ചത്ത കുതിരയല്ല ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് മുസ്ലിം ലീഗ് എന്ന് പണ്ടെങ്ങ ഒരു ലീഗ് നേതാവ് പറഞ്ഞതിന് തുല്യമാണ്. ഇന്ന് തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ വാർത്താ സമ്മേളനം. തിരൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കെതിരെയാണ് മുസ്ലിം ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചത്. വെല്ലുവിളി ലീഗിന് നേരെ വേണ്ട എന്നും ചെയ്യേണ്ടത് ചെയ്യാൻ ലീഗിന് അറിയാമെന്നും നഗരസഭാ ചെയർപേഴ്സനെ ഒറ്റക്കിട്ട് ആക്രമിക്കാൻ തുനിഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് PV സമദ് അടക്കമുള്ള നേതാക്കന്മാർ കൂട്ടിച്ചേർത്തു. തിരൂർ നഗരസഭയിലേക്ക് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. അതിന് നിദാനമായിട്ടുള്ള കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന തിരൂരിലെ സ്റ്റേഡിയത്തിൽ ഒരു ട്രേഡ് എക്സ്പോ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, നമ്മുടെ തിരൂര് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ നഗരമാണ്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ, അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണെങ്കിലും UDF ഭരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ തന്നെ കാലാകാലങ്ങളിൽ അതാത് സമയങ്ങളിൽ വ്യാപാരമേളകളും കാർണിവലുകളും ഫുഡ് ഫെസ്റ്റുകളും ഒക്കെ തന്നെ നമ്മുടെ തിരൂരിൽ നടക്കാറുണ്ട്, വേദിയാകാറുണ്ട്. ഇക്കഴിഞ്ഞ റംസാൻ മാസത്തിൽ പോലും ദിവസങ്ങൾ നീണ്ടു നിന്ന ഫുഡ് ഫെസ്റ്റാണ് നമ്മുടെ തിരൂരിലൊക്കെ നടന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇത് തിരൂരിൽ മാത്രം നടക്കുന്ന ഒരു സംവിധാനമല്ല. നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇവിടെ ഈ ട്രേഡ് ഫെസ്റ്റ് നടത്തുന്ന ആളുകൾ അവരേറ്റവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എടപ്പാളിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാലോ, എടപ്പാൾ എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വരുമാന മാർഗം എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയറുകൾക്ക് സ്ഥലം അനുവദിക്കുകയും നിയമാനുസൃതം അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ പരിഗണിച്ച് അതിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി വാടക നിശ്ചയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അപേക്ഷ പ്രകാരം അത് കൗൺസിലിന് വെക്കുകയും കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇത്തരത്തിലൊരു ട്രേഡ് ഫെയർ വരാൻ പോകുന്നത്. പക്ഷെ ആ പ്രഖ്യാപനം വന്നതിന് ശേഷം നമുക്കറിയാം, ഇവിടുത്തെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ചില പ്രയാസങ്ങൾ, പ്രതിഷേധങ്ങൾ പറയുകയുണ്ടായി. ഇതേപോലെ തന്നെ ഒരു മാർച്ചും നഗരസഭയിലേക്ക് സംഘടിപ്പിക്കുകയുണ്ടായി. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണമുന്നണി എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും പ്രതിഷേധക്കാരുമായിട്ട് സംസാരിക്കുകയും ബഹുമാന്യായ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി AP നസീമയുടെ സാന്നിധ്യത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി സമിതിയുടെയൊക്കെ തന്നെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തുകയും ആ തീരുമാനം അവിടെ പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം നമുക്കറിയാം, തിരൂർ നഗരസഭയുടെ സഹകരണത്തോടു കൂടി തിരൂരിലെ ചേംബർ ഓഫ് വ്യാപാരികളും ഈ ട്രേഡ് ഫെയർ നടത്തുന്ന ടീമും തമ്മിൽ സഹകരിച്ചുകൊണ്ട് തിരൂരിന്റെ വ്യാപാരോത്സവം നടത്തും എന്നാണ് തീരുമാനം. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ഈ വ്യാപാരോത്സവം നടത്തുന്ന വിവരം അറിയിച്ചുകൊണ്ടും തിരൂർ നഗരസഭയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും വാട്സപ്പ് പോസ്റ്ററുകളൊക്കെ തന്നെ പ്രചരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് നമ്മൾ അറിയുന്നത് സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു സമര പരിപാടിയുമായിട്ട് ചേംബറിന്റെ നേതൃത്വത്തിൽ വരുന്നു എന്നുള്ളതാണ്. അതിനവർ പറയുന്ന കാരണങ്ങൾ തീർച്ചയായിട്ടും ഈ ഇവിടെ എക്സ്പോ നടത്തുന്ന ആളുകൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ്. പക്ഷേ എക്സ്പോ ആരംഭിക്കുകയോ മറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവിടെ സംയുക്തമായിട്ട് നടത്തിക്കൊണ്ട് അതിന് നല്ലൊരു ഉദ്ഘാടന പരിപാടിയൊക്കെ നടത്തണമെന്ന തീരുമാനത്തിലാണ് അന്ന് പിരിഞ്ഞത്. ആ യോഗത്തിൽ പങ്കെടുത്ത ചേംബർ നേതാക്കൾക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ആരുടെയൊക്കെയോ ഒരു ബാഹ്യ പ്രേരണ കൊണ്ടാണെന്നാണ് തോന്നുന്നത്, ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി ഇന്ന് വീണ്ടും അവിടെ സമരം നടത്തുകയുണ്ടായി. ആ സമരത്തെയോ അല്ലെങ്കിൽ അവിടെ നടത്തിയ പ്രതിഷേധ പരിപാടിയൊന്നും മുസ്ലിം ലീഗോ UDF അപലപിക്കുന്നില്ല. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ സംഘടനകൾക്കും ഉണ്ട്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന സംവിധാനത്തോട് മുസ്ലിം ലീഗിനോ അതല്ലെങ്കിൽ UDFന്റെ ഭരണ സംവിധാനത്തിനോ ഒരു വിധത്തിലുള്ള വിയോജിപ്പുകളോ മറ്റോ ഇല്ല. എന്നാൽ അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ PA ബാവ, അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു കവലപ്രസംഗത്തിന്റെ അവസ്ഥയിലേക്ക്, അത് ഞങ്ങൾ ഇത്തരത്തിലൊരു മറുപടി കൊടുക്കാൻ നിർബന്ധിതരാവുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തിരൂർ നഗരസഭയിൽ ഇപ്പോൾ ഭരണം നടക്കുന്നത്
പിന്നെ ചെയർപേഴ്സന്റെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയാണ് ആരെയും ഗൗനിക്കാതെ, മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അറിയാതെ, അല്ലെങ്കിൽ UDF സംവിധാനം അറിയാതെ, വൈസ് ചെയർമാൻ അറിയാതെ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ചില ഭീഷണികളും ഒക്കെ നടത്തുകയുണ്ടായി. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്, അത്തരത്തിലുള്ള ഭീഷണികളൊന്നും ലീഗിന്റെ നേരെ വേണ്ട എന്നാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കല്ല ഓരോരുത്തരെ പറ്റിയും കൃത്യമായ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ കൃത്യമായ ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയിട്ട് തന്നെയാണ് ചേംബർ ഓഫ് കൊമേഴ്സ് അല്ല അതിന്റെ പ്രസിഡന്റ് അവിടെ പ്രസംഗിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അതിന് മറുപടി നൽകാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നമുക്കറിയാലോ, ഒരു സംവിധാനം ഇപ്പോഴും സമരപരിപാടികളുമായപ്പോഴും MLA അടക്കമുള്ളവർ ഈ വിഷയം ചർച്ച ചെയ്ത് രമ്യമായ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാൻ ഇനിയും സമയമുണ്ട്. അതിനൊക്കെ തന്നെ പിന്നെ അത്തരം ഒരു നല്ലൊരു അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനയാണ് ഈ ചേംബർ പ്രസിഡന്റിന്റെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായേക്കാം. ഇതിനു മുമ്പും തന്നെ പലതവണ നമുക്കറിയാലോ, ഇതിനു മുമ്പും പലതവണ ഇത്തരത്തിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടങ്ങളിലും അതേപോലെ തന്നെ ഇവിടെ TDFന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വ്യാപാരികളെയും ഭരണ സംവിധാനത്തെയൊക്കെ പരസ്പരം തമ്മിലടിപ്പിച്ച് അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ പാർട്ടി പ്രവർത്തകരെ പരസ്പരം പിന്നെ എന്താ പറയുക, ഒരു ഭരണം ഒരു ലൈനിലും പിന്നെ പാർട്ടി സംവിധാനം മറ്റൊരു ലൈനിലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് ഏതായാലും ലീഗിന്റെ ചെലവിൽ വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഞങ്ങൾ പറയാനുള്ളത്, തീർച്ചയായിട്ടും ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ടോ അതല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങളുമായിട്ടോ തിരുവല്ല വ്യാപാരികളുമായിട്ടോ ഒരു തരത്തിലുള്ള ഒരു സംഘർഷത്തിന്റെ മേഖലയിലേക്കോ അല്ലെങ്കിൽ ഭിന്നിപ്പിന്റെ മേഖലയിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെ സ്വാഭാവികമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശ അധികാരങ്ങളൊക്കെ തന്നെ അത്തരം സംഘടനകൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ പേര് പറഞ്ഞ് മുസ്ലിം ലീഗിനെ അങ്ങ് പിന്നെ എന്താ പറയാ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ള രൂപത്തിലാണെങ്കിൽ അതിന് നിന്നു കൊടുക്കാൻ തിരൂരിൽ ലീഗിനെ കിട്ടൂല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പിന്നെ ട്രേഡ് ഫെയർ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചെയർപേഴ്സൺ വിദേശത്താണ്. അടുത്ത വെള്ളിയാഴ്ചയോട് കൂടി അവർ ഇവിടെ വീണ്ടും ചാർജ് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും MLA അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഈ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. അത് പരിഹാരം അത്തരത്തിലുള്ള ഒരു നല്ലൊരു അന്തരീക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഉതകുന്ന രൂപത്തിലുള്ള സമീപനമാണ് നിർഭാഗ്യവശാൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ആ നിലക്ക് തന്നെ ഞങ്ങൾ അതിനെ കാണുകയും ചെയ്യും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ടത് പൊതുവിലൊരു പിന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, മുസ്ലിം ലീഗ് ഭരിക്കുമ്പോൾ എന്തുമാവാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പല സംഘടനകൾക്കും ഉണ്ട്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നമുക്കറിയാലോ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഫിഷ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെരുവോര കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ചില സംഘടനകൾക്കും ചില ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക ലൈനും, മുസ്ലിം ലീഗ് ഭരിക്കുമ്പോൾ മറ്റൊരു ലൈനുമാണ്. അപ്പൊ സ്വാമി ഇതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. തിരൂർ സ്റ്റേഡിയത്തിൽ വ്യാപാരമേളക്ക് നഗരസഭ അനുമതി നൽകിയത് മുതലാണ് തിരൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരസഭയ്ക്കെതിരെ രംഗത്ത് വന്നത്. ഒരു സുപ്രഭാതത്തിൽ നഗരസഭയ്ക്കെതിരെ മാർച്ച് നടത്തുകയും അതിനുശേഷം നഗരസഭ ഇരുവിഭാഗങ്ങളെയും വിളിച്ച് പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിന്നീട് മാറി നിൽക്കുകയും വീണ്ടും ഇന്ന് നഗരസഭയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. എന്നാൽ ഇന്ന് നടത്തിയ മാർച്ചിൽ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയ്ക്കെതിരെയും മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെയുമായിരുന്നു പ്രതിഷേധ മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും. കഴിഞ്ഞ തവണ നടത്തിയ മാർച്ച് കണ്ടില്ലെന്ന് നടിച്ച ലീഗ് ഇന്നത്തെ മാർച്ചിനെതിരെ ശക്തമായി രംഗത്തു വന്നു. മുസ്ലിം ലീഗിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന തരത്തിൽ നേതാക്കൾ പ്രസംഗിച്ചതാണ് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചത്. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം ആകാമെന്നും അതിന് ലീഗ് എതിരല്ല എന്നും, എന്നാൽ അതിൽ രാഷ്ട്രീയം കളിച്ച് ലീഗിനെതിരെ വന്നാൽ മിണ്ടാതിരിക്കുന്നവരല്ല തങ്ങളെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി PV സമദ് പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടി അറിവോടെയും സമ്മതത്തോടെയും കൂടിയാണെന്നും ഭരിക്കാനും ഭരിപ്പിക്കാനും അറിയുന്നവരാണ് ലീഗുകാരെന്നും ലീഗിനെ പഠിപ്പിക്കാൻ വരേണ്ട എന്നും സമദ് കൂട്ടിച്ചേർത്തു. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന പാമ്പിന്റെ തലയിൽ ചവിട്ടിയ പോലെയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PV സമദിനൊപ്പം ഭാരവാഹികളായ TE വഹാബ്, ബാവ ചമ്പ്ര, നൌഷാദ് എന്ന കുഞ്ഞിപ്പ, C ജൗഹർ, KP അസീസ്, മനാഫ് പൂന്തല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ.